പലരും എന്നോട് ചോദിക്കുന്ന കാര്യമാണ് എന്തുകൊണ്ടാണ് മാനിഫെസ്റ്റേഷൻ ഞാൻ പല തവണ ശ്രമിച്ചിട്ടും നടക്കാത്തത് എന്നുള്ളത്. മാനിഫെസ്റ്റേഷൻ പലപ്പോഴും നടക്കാത്തതിൻ്റെ കാര്യം എന്ന് പറയുന്നത് നമ്മൾക്ക് പല പല ടെക്നിക്കുകൾ മാനിഫെസ്റ്റേഷൻ വേണ്ടിയിട്ടുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആ ടെക്നിക്കുകൾ നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടാവും, പക്ഷേ നമ്മളുടെ ഐഡന്റിറ്റിയെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ ഒരിക്കലും ശ്രമിക്കാറുണ്ടാവില്ല. ഐഡന്റിറ്റി എങ്ങനെയാണ് മാറ്റുക? എങ്ങനെയാണ് നമ്മളുടെ നിലവിൽ ഐഡന്റിറ്റി എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടി പറ്റുക? നമ്മൾ നിലവിൽ ചെയ്യുന്ന നമ്മളുടെ രാവിലെ തൊട്ട് രാത്രി വരെ കിടന്നുറങ്ങുന്ന സമയത്ത് ഉള്ള ശീലങ്ങളെ നമ്മൾ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് തുടങ്ങുന്ന സമയത്ത് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി പറ്റും നമ്മളുടെ കറന്റ് ഐഡന്റിറ്റി എന്താണെന്നുള്ളത്. നമ്മുടെ നിലവിലുള്ള നമ്മളുടെ ഫ്രീക്വൻസി ഇതിനെ അനുബന്ധപ്പെട്ടിട്ട്, ഈ ഐഡന്റിറ്റി അനുബന്ധപ്പെട്ടിട്ടാണ് നമുക്കൊരു ഫ്രീക്വൻസി ഉണ്ടാവുക. ഈ ഫ്രീക്വൻസിയും നോക്കുന്ന സമയത്ത് നമ്മളുടെ നിലവിലുള്ള നമ്മളുടെ ചുറ്റിലുള്ള റിലേഷൻഷിപ്പുകൾ എന്തൊക്കെയാണോ, നമ്മുടെ നിലവിലുള്ള ചുറ്റിലുള്ള നമ്മുടെ പണം എന്തൊക്കെയാണോ, നമ്മുടെ നിലവിലുള്ള ഹാപ്പിനെസ് എന്തൊക്കെയാണോ, നമ്മൾ ഒരു 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 പ്രശ്നം വരുന്ന സമയത്ത് അതിനെ എങ്ങനെയാണ് നമ്മൾ അതിനോട് ബിഹേവ് ചെയ്യുന്നത്, ഇതൊക്കെ ആണ് നമ്മളുടെ ഐഡന്റിറ്റി, നമ്മളുടെ ഫ്രീക്വൻസി എന്നൊക്കെ പറയുന്നത്. സോ ഈ ഐഡന്റിറ്റിയെ മാറ്റുക എന്നുള്ളതാണ് ഏറ്റവും ആദ്യം നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ളത്. ഈ ഐഡന്റിറ്റിയെ മാറ്റിയതിന് ശേഷം മാത്രമേ നമ്മൾ എന്ത് ടെക്നിക്സ് ആണെന്നുണ്ടെങ്കിലും മാനിഫെസ്റ്റേഷനിൽ ചെയ്തിട്ട് കാര്യമുള്ളൂ. സോ ഐഡന്റിറ്റി എങ്ങനെ മാറ്റാം? നമ്മളുടെ നേരത്തെ പറഞ്ഞിട്ടുള്ള ശീലങ്ങളെ മാറ്റാൻ വേണ്ടിയിട്ട് നമ്മൾ തയ്യാറാണ്. ഈ ശീലങ്ങൾ മാറ്റണം എന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഒരു 66 ദിവസം നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട് പുതിയ ശീലങ്ങൾ ബിൽഡ് ആവാൻ വേണ്ടി. ഈ ശീലങ്ങൾ ഒരു ബിഹേവിയർ ആണെന്നുണ്ടെങ്കിൽ 90 മുതൽ 150 ദിവസം വരെ നമ്മൾ എഫേർട്ട് ഇടേണ്ടതായിട്ടുണ്ട്. ഈ പറയുന്ന ബിഹേവിയർ നമുക്ക് ബിൽഡായി കഴിഞ്ഞാൽ, ഈ പറയുന്ന ശീലങ്ങൾ നമ്മളൊരു 365 ദിവസം പ്രാക്ടീസ് ചെയ്യുന്ന സമയത്താണ് നമ്മൾക്ക് ഓഫ് കോഴ്സ് നമ്മളുടെ ഒരു ക്യാരക്ടർ ഐഡന്റിറ്റി ആയിട്ട് അത് മാറുന്നുണ്ടാവും. ഈ ഒരു സ്ട്രക്ചർ നമ്മൾ എപ്പോഴും മെയിൻറ്റെയിൻ ചെയ്യുന്നോ അതിനനുസരിച്ചിട്ട് നിങ്ങൾക്ക് ഏത് ടെക്നിക്സ് ഉപയോഗിച്ചാലും മാനിഫെസ്റ്റേഷൻ വളരെ ഫാസ്റ്റായിട്ട് നടക്കുന്നത്.